ഇസ്ലാമിക വികാരം തീ പിടിപ്പിക്കുന്നതിന് ലോകമെങ്ങുമുള്ള മതസ്വത്വവാദികൾ വർഷങ്ങളായി എടുത്തു വീശുന്ന വിശുദ്ധ നമ്പറാണ് പലസ്തീൻ. ഒക്ടോബർ കൂട്ടക്കൊലയ്ക്ക് ശേഷവും തീവ്രവാദികളുമായി ചർച്ചയില്ല എന്ന ഡിക്ലെയർഡ് പോളിസിയിൽ ഇസ്രയേൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല. ജൂതനുമായി പോരാടി മരിച്ചവർക്കെല്ലാം സ്വർഗമുറപ്പാണെന്ന പ്രൊപ്പഗണ്ടയിലൂടെ പലസ്തീനികളെ കൂടെ നിർത്താനാണ് തീവ്രവാദികൾ ശ്രമിച്ചത്. പതിനായിരക്കണക്കിന് നിരപരാധികളായ മനുഷ്യരാണ് ഇറാനിയൻ ജയിലറകളിൽ കൊടും പീഡനമേറ്റ് നരകയാതന അനുഭവിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ വൻ ശക്തിയായ സുന്നി സൗദി അറേബ്യയെ മലർത്തിയടിച്ച് ഷിയ ആധിപത്യത്തിനായുള്ള വേലകളാണ് ഹമാസ്, ഹിസ്ബുള്ള, യമൻ ഹൂതികൾ എന്നിവരെ മുന്നിൽ നിർത്തി ഖൊമൈനി കളിക്കുന്നത്. ഒസാമ ബിൻ ലാദനേക്കാൾ, അബൂബക്കർ ബാഗ്ദാദിയേക്കാൾ കൊടും തീവ്രവാദിയും ഭീകരനുമാണ് അയത്തുള്ള ഖൊമൈനി. ഹമാസും ഹിസ്ബുള്ളയും ഹൂതികളുമെല്ലാം ഇറാന്റെ സ്ഥാപിത താൽപര്യത്തിനുള്ള ഉപകരണങ്ങളാണ്. സൗദി അറേബ്യയുമായി ഇസ്രയേൽ എബ്രഹാം സമാധാന ഉടമ്പടി ഒപ്പിടാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഇറാൻ ഹമാസിനെ ഉപയോഗിച്ച് ഒക്ടോബർ കൂട്ടക്കൊല നടപ്പിലാക്കിയത്. ഗൾഫ് രാജ്യങ്ങൾ ഇസ്രയേലുമായി സൗഹൃദ ബന്ധം സ്ഥാപിച്ചാൽ അത് പലസ്തീൻ പ്രശ്ന പരിഹാരത്തിലേക്ക് നയിക്കും എന്ന് മനസ്സിലാക്കിയ ഖൊമൈനി ഹമാസിനെ പിരികയറ്റി ഇസ്രയേലിന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ട് സിവിലിയൻസിനെ കൂട്ടക്കൊല ചെയ്യിക്കുകയും പൊടിക്കുഞ്ഞുങ്ങളെയും വയോവൃദ്ധരെയും വരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. സൗദി അറേബ്യയെ പിന്തള്ളി ലോക മുസ്ലിമിന്റെ ഏക രക്ഷകനും സംരക്ഷകനും ഷിയ ഇറാനാണെന്ന് വരുത്തി തീർത്ത് ആഗോള ഇസ്ലാമിന്റെ അധീശത്വം നേടാനുള്ള കുതന്ത്രവും കൂടിയാണ് മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ചോരക്കളമാക്കിയത്. മതത്തിനേക്കാൾ വാണിജ്യത്തിനും ബിസിനസിനുമാണ് സൗദി ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇന്ന് മുൻതൂക്കം നൽകുന്നത്. അമേരിക്ക, യൂറോപ്പ്, ഇന്ത്യ തുടങ്ങിയ ജനാധിപത്യ ചേരികളുമായി ഉറ്റ ബന്ധം പുലർത്തുന്ന GCC കാലത്തിനനുസരിച്ച് സ്വയം മാറാനുള്ള ശ്രമങ്ങൾ നടത്തിവരുന്നു. സൽമാൻ രാജകുമാരൻ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ച് ലോകത്തിന്റെ കയ്യടി നേടുമ്പോൾ ഖൊമൈനിയുടെ ഭീകര രാഷ്ട്രം മഹ്സ അമിനിയെ പോലെയുള്ള നൂറുകണക്കിന് പെൺകുട്ടികളെ കൊലപ്പെടുത്തുന്നു. വനിതാ വിമോചന നേതാവും നോബൽ ജേതാവുമായ ഷിറിൻ ഇബാദി ഇപ്പോഴും ഇറാനിയൻ ഇരുട്ടറയ്ക്കുള്ളിലാണ്. സൗദി വഹാബികൾ ആഗോള തീവ്രവാദത്തിന്റെ സ്പോൺസർഷിപ്പിൽ നിന്ന് പിൻവാങ്ങി തുടങ്ങിയപ്പോൾ ആ സ്ഥാനം പിടിച്ചെടുത്ത് ജിഹാദിന്റെ മൊത്ത വിതരണക്കാരനാകാനുള്ള ശ്രമമാണ് ആയത്തുള്ള ഖൊമൈനി നടത്തുന്നത്. ഇസ്ലാമിക വികാരം തീ പിടിപ്പിക്കുന്നതിന് ലോകമെങ്ങുമുള്ള മതസ്വത്വവാദികൾ വർഷങ്ങളായി എടുത്തു വീശുന്ന വിശുദ്ധ നമ്പറാണ് പലസ്തീൻ. സാധാരണ ജനത്തെ കൂട്ടക്കൊല നടത്താനായി ഹമാസിനെ ഇസ്രായേലിന്റെ അതിർത്തി കടത്തിവിട്ട ഇറാൻ അതേസമയം അവരുടെ വടിവാളായ ഹിസ്ബുള്ളയെ ഇറക്കി ലെബനീസ് അതിർത്തിയിലും പണി തുടങ്ങി. ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇസ്രായേലികളെ വിട്ടുകിട്ടാനായി നെതന്യാഹു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നും അതുവഴി സുന്നികൾ തോറ്റിടത്ത് ജൂതന്റെ മേൽ ഷിയ ഇറാൻ വിജയിച്ചുവെന്ന് തെളിയിക്കാനാണ് ഖൊമൈനി ശ്രമിച്ചത്. ഒക്ടോബർ കൂട്ടക്കൊലയ്ക്ക് ശേഷവും തീവ്രവാദികളുമായി ചർച്ചയില്ല എന്ന ഡിക്ലെയർഡ് പോളിസിയിൽ ഇസ്രയേൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല. നെതന്യാഹു ഹമാസിനെ തവിടുപൊടിയാക്കി. യുദ്ധത്തിൽ ആയിരക്കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടും തടവുകാരായി പിടിച്ച 250ഓളം ഇസ്രയേലികളെ വിട്ടയക്കാൻ ഹമാസ് തയ്യാറായില്ല. ജൂതനുമായി പോരാടി മരിച്ചവർക്കെല്ലാം സ്വർഗമുറപ്പാണെന്ന പ്രൊപ്പഗണ്ടയിലൂടെ പലസ്തീനികളെ കൂടെ നിർത്താനാണ് തീവ്രവാദികൾ ശ്രമിച്ചത്. ടെഹ്റാനിലെ അതിസുരക്ഷാ കൊട്ടാരത്തിനുള്ളിൽ ഉല്ലസിച്ചിരുന്ന ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയെ മൊസാദ് കൊലപ്പെടുത്തിയപ്പോൾ ഖൊമൈനി ബോധം കെട്ട് വീണിട്ടുണ്ടാവും. ഞങ്ങൾ ഒരിക്കലും മറക്കില്ല, ഒരിക്കലും ക്ഷമിക്കുകയുമില്ല എന്ന ഇസ്രയേൽ വചനം വെറും പാഴ്വാക്കല്ലെന്ന് ഇറാന് ബോധ്യമായിട്ടുണ്ടാവും. ബെയ്റൂട്ടിൽ നിന്ന്
തുടർച്ചയായി മിസൈൽ അയച്ചുകൊണ്ടിരുന്ന ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെ ഒന്നൊന്നായി കൊന്നൊടുക്കിയ IDF ലോകമെമ്പാടുമുള്ള ഭീകരന്മാരുടെ ഹീറോയായ ഹിസ്ബുള്ള ചീഫ് നസറുള്ളയെ വ്യോമാക്രമണത്തിലൂടെ ഇല്ലാതാക്കി. മിഡിൽ ഈസ്റ്റിലെ ഹൊമൈനി രണ്ടാമനായിരുന്നു ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ള. മരമണ്ടന്മാരായ ചാവേറുകളുടെ വയറ്റത്ത് ബോംബും കെട്ടി അയക്കുന്ന എല്ലാ ഭീകര നേതാക്കളും സ്വന്തം ജീവന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധാലുക്കളായതിനാൽ ഹസൻ നസറുള്ളയെ വധിച്ച വാർത്ത വന്നയുടൻ ആയത്തുള്ള ഹൊമൈനി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി. മാനം രക്ഷിക്കാൻ ഇറാൻ കുറച്ച് മിസൈലൊക്കെ ഇസ്രായേലിലേക്ക് അയച്ചു വിട്ടിട്ടുണ്ട്. അയൺ ഡോം അതിനെ എല്ലാം പപ്പടമാക്കുമെന്ന് ഹൊമൈനിക്ക് അറിയാം. എന്നാലും ജൂതനോട് ഖുറാനിക് പകയുമായി ജീവിക്കുന്നവർക്ക് ആവേശം കൊള്ളാൻ ഈ ആകാശപൂരം മതിയാകും. ബുർഖ ധരിക്കാത്തതിന്റെ പേരിൽ മഹ്സ അമിനിയെ ഇറാനിയൻ ഭരണകൂടം കൊലപ്പെടുത്തിയതിനെതിരെ തെരുവിലിറങ്ങിയ ആയിരക്കണക്കിന് സ്ത്രീപക്ഷ മനുഷ്യാവകാശ പ്രവർത്തകരെയാണ് ഹൊമൈനി ഇല്ലാതാക്കിയത്. മതകോടതികൾ സ്വാതന്ത്ര്യദാഹികളെ തൂക്കിലേറ്റി. 10,000-കണക്കിന് നിരപരാധികളായ മനുഷ്യരാണ് ഇറാനിയൻ ജയിലറകളിൽ കൊടും പീഡനമേറ്റ് നരകയാതന അനുഭവിക്കുന്നത്. സിങ് ജിയാങ് പ്രവിശ്യയിലെ മുസ്ലിങ്ങളെ റംസാൻ വ്രതം അനുഷ്ഠിക്കാൻ പോലും അനുവദിക്കാത്ത ചൈനയുടെ ഉറ്റ ചങ്ങാതിയായ ഇറാന്റെ പരമോന്നത നേതാവ് അടുത്തിടെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രക്ഷക വേഷവും കെട്ടിയിറങ്ങിയിട്ടുണ്ട്. ഭീകര രാഷ്ട്രമായ ഇറാനുമായുള്ള ഉറ്റ ചങ്ങാത്തം ഇന്ത്യ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ചാബാർ തുറമുഖത്തിനായി ഭാരതം കോടിക്കണക്കിന് രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ ഇതെല്ലാം വെള്ളത്തിലാകാനാണ് എല്ലാ സാധ്യതയും. മുഹമ്മദ് നബിയുടെ മരണശേഷം ഖലീഫ പദവിക്ക് വേണ്ടി ആരംഭിച്ച സുന്നി ഷിയ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഇറാന്റെ ഇപ്പോഴത്തെ അഭ്യാസങ്ങൾ. മിഡിൽ ഈസ്റ്റിലെ വൻ ശക്തിയായ സുന്നി സൗദി അറേബ്യയെ മലർത്തിയടിച്ച് ഷിയ ആധിപത്യത്തിനായുള്ള വേലകളാണ് ഹമാസ്, ഹിസ്ബുള്ള, യമൻ ഹൂതികൾ എന്നിവരെ മുന്നിൽ നിർത്തി ഹൊമൈനി കളിക്കുന്നത്. ഇറാനിലെ മതഭരണകൂടം ലോക സമാധാനത്തിന് ഭീഷണിയാണ്. അയത്തുള്ള ഹൊമൈനിയെ സ്ഥാനഭ്രഷ്ടനാക്കി ഇറാൻ ജനതയെ സ്വതന്ത്രരാക്കണം. മതഭ്രാന്തരെ പുറത്താക്കി മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ പ്രൗഢി വീണ്ടെടുക്കണം. പെണ്ണിനെ ചാക്കിൽ കയറ്റുന്ന പ്രാകൃതത്വവും പെണ്ണുങ്ങൾ നയിക്കുന്ന പാറ്റേൺ ടാങ്കുകളും ഏറ്റുമുട്ടുമ്പോൾ പക്ഷപാതിയായി പെൺപക്ഷത്ത് തന്നെ നിലയുറപ്പിക്കും.